നീലഗിരി പന്തല്ലൂർ അംബ്രൂസ് വളവിൽ തിരച്ചിലിനിടെ പുലിയെ കണ്ടതായി വനംവകുപ്പ്. RRT സംഘവും വനപാലകരും കുങ്കിയാനകളുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തുന്നു. മയക്കുവെടി വയ്ക്കാനാണ് ആദ്യ ശ്രമം. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, ഇന്നലെ 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ ആ പുലിയെ കണ്ടെത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ വലിയ തരത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നാട്ടുകാരുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ അവിടെ തുടരുകയുമാണ്. ഹർത്താൽ രൂപത്തിൽ തുടങ്ങിയ പ്രതിഷേധം റോഡ് ഉപരോധവുമായി മറ്റും ഇപ്പോൾ വളരെ ശക്തമായി ഈ മേഖലയിൽ, നീലഗിരി മേഖലയിൽ എമ്പാടും നടക്കുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ പുലിയെ കണ്ടെത്തിയതായിട്ടുള്ളൊരു വിവരം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. കുങ്കിയാനകളുടെ സഹായത്തോടെ RRT സംഘം നടത്തിയ തെരച്ചിലാണ് ഈ പന്തല്ലൂർ അംബ്രൂസ് വളവെന്ന് പറയുന്ന സ്ഥലത്ത് തേയിലത്തോട്ടത്തിന് സമീപത്തായുള്ള ഒരു ചതുപ്പിൽ ഈ പുലി നിൽപ്പുറപ്പിച്ച, അല്ലെങ്കിൽ അവിടെ പുലിയുടെ സാന്നിധ്യമുള്ളതായിട്ടുള്ള വിവരം വനംവകുപ്പിന് ലഭിച്ചത്. ഏതായാലും ആ രീതിയിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ ട്രാക്ക് ചെയ്ത് വെടിവെച്ച് പിടികൂടാനുള്ള, മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രധാനമായും വനംവകുപ്പിന്റെ RRT സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് ഇപ്പോൾ പുലിയെ കണ്ടതെന്ന് വനംവകുപ്പ് പറയുന്ന സ്ഥലവും. ഏതായാലും സ്ഥലത്ത് വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് നിന്നുള്ള അന്തർ സംസ്ഥാന പാതകൾ ഉൾപ്പെടെ, കർണാടകയിൽ നിന്നുള്ള പാതകൾ ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. ദീർഘനേരമായി ഈ പാതകളിലൂടെയുള്ള ഗതാഗതം സ്തംഭിച്ച ഒരു സാഹചര്യമാണുള്ളത്. പുലിയെ വെടിവെച്ച് പിടികൂടണം, അല്ലെങ്കിൽ അതിനെ കൊലപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഇതിൽ തീരുമാനമാവാതെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒന്നും അവസാനിപ്പിക്കില്ല എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ഗുഡല്ലൂർ, പന്തല്ലൂർ, തേരമ്പാടി തുടങ്ങിയ മേഖലയെല്ലാം തന്നെ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ്. തോട്ടം തൊഴിലാളികൾ നിരവധിയുള്ള തോട്ട മേഖലയാണ് ഈ പ്രദേശം. ഏതായാലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടാകുന്ന ഈ വന്യമൃഗ ആക്രമണ ശല്യത്തെ തുടർന്നുള്ള ഒരു പ്രതിഷേധം അത് ശക്തമായി തന്നെ തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ജാർഖണ്ഡ് സ്വദേശികളായ ശിവശങ്കർ ഗർഭ, ബിലാന്തി ദേവി എന്നിവരുടെ മകൾ നാൻസി കുമാരി, 3.5 വയസ്സ് മാത്രമാണ് ആ പെൺകുട്ടിക്കുള്ളത്. അവരെ ഈ അംഗനവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് പുലി എത്തുകയും കടിച്ച് കിലോമീറ്ററുകളോളം കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും ആ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ തന്നെ ശക്തമായി ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. ഇതിനിടെയാണ് ഈ പുലിയെ കണ്ടെത്തിയതായുള്ള വിവരം വനംവകുപ്പ് ഭാഗത്തുണ്ടാവുന്നത്. അനൂപ്, ഈ മേഖലയിൽ നേരത്തെ തന്നെ പുലിയുടെ സാന്നിധ്യം ഉള്ള മേഖലയാണോ? ഇത്തരത്തിൽ മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഈ അംബ്രൂസ് വളവ് എന്ന് പറയുന്ന സ്ഥലത്ത്? ഈ പന്തല്ലൂർ, ചേരമ്പാടി, എരുമാട്, ചോലാടി, അതോടൊപ്പം ഈ പന്തല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലകളെല്ലാം തന്നെ കാലങ്ങളായി വന്യമൃഗ ശല്യം രൂക്ഷമായി നേരിടുന്ന പ്രദേശങ്ങളാണ്. തമിഴ്നാട്, വയനാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് അതിർത്തി മേഖലയാണ് ഈ പ്രദേശം. നേരത്തെ തന്നെ പുലിയുടെയും കടുവയുടെയും അതോടൊപ്പം കാട്ടാനയുടെയും ഒക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും മരണങ്ങളും നിരന്തരം സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ ഈ പുലിയുടെ തന്നെ ആക്രമണത്തിൽ കഴിഞ്ഞ 21-ന് ഏലമണ്ണ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 3 തോട്ടം തൊഴിലാളി സ്ത്രീകളെ പുലി ആക്രമിച്ചിരുന്നു. അതിലൊരു സ്ത്രീ മരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 21-നാണ് ഏലമണ്ണയിൽ വെച്ച് പുലി ഒരു യുവതിയെ ആക്രമിക്കുകയും അവർ ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തത്. ആ പുലി തന്നെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ ആക്രമിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. ഏതായാലും ഈ രീതിയിൽ വലിയ ഒരു വന്യമൃഗ ശല്യം രൂക്ഷമായി നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. അത് തന്നെയാണ് ജനങ്ങളെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുന്നതും ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാരെമ്പാടും നീങ്ങാനും കാരണം. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. നീലഗിരിയിൽ 3 വയസ്സുകാരിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പുലിയെ കണ്ടെത്തിയതായി വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. RRT സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പുലിയെ ഒന്നുകിൽ മയക്കുവെടി വെച്ച് പിടികൂടുക, അല്ലെങ്കിൽ കൊല്ലുക എന്ന ആവശ്യവുമായി നാട്ടുകാർ വലിയ തരത്തിലുള്ള റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധ പരിപാടികളുമായി തുടരുകയുമാണ്. വിവരങ്ങളാണ് അനൂപ് വയനാട്ടിൽ നിന്ന് നൽകിയത്.